മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൂരജ് തമ്പ്രൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചന്മാരെ, ഇന്ന് ഞാൻ വരുന്നത് ഒരു ചെറിയൊരു പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബീട്രൂട്ട് പച്ചടി നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ നമുക്കിന്ന് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ നന്നായിട്ട് തണുപ്പിച്ച് കട്ടയായ തൈര് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു അരമുറി തേങ്ങ നമ്മൾ ചിരകി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പില, പിന്നെ ഉപ്പും വെളിച്ചെണ്ണയും കടുകൊക്കെ ആവശ്യത്തിന്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ സ്റ്റൗവൊക്കെ കത്തിച്ച് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ 2 ബീട്രൂട്ട് നമ്മൾ മൺചട്ടിക്കകത്തേക്ക് ഇടുവാണ്. ഇനിയിപ്പോൾ ഗ്രേറ്റർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് കത്തി വെച്ച് അരിഞ്ഞിട്ടാലും മതി. ഇനി നമുക്കിത് വേകാൻ വേണ്ടിയിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വറ്റിച്ചെടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നോക്കിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിന് നോക്കിയിട്ടിട്ടാൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് ഇത് വേവിക്കണം. തീരെ നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് വേവും, അധികം നേരം വെക്കേണ്ടതില്ല. നമ്മൾ ഈ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് വേണ്ട അരപ്പ് കൂടി തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങ നമ്മൾ ചിരകി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ ചെറുജീരകം. അപ്പം നമ്മൾ തേങ്ങ നന്നായിട്ട് മിക്സിയിൽ അരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടാണ് തേങ്ങ അരച്ചെടുത്തത്. ഇത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. 6-7 മിനിറ്റ് നമ്മൾ വേവിച്ചു. ഇനി നമ്മൾ ഈ തേങ്ങ മിക്സ് ചെയ്തതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് യോജിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങയിൽ ഒഴിച്ച വെള്ളവും എല്ലാം കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. അപ്പം നമുക്കൊരു 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ആ തേങ്ങയുടെ പച്ച മണമൊക്കെ മാറുന്ന വരെ നമ്മൾ ഇളക്കി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് യോജിപ്പിക്കാം. അതിന് മുന്നേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ തൈര് ഒഴിക്കാൻ. ഇല്ലെങ്കിൽ ഫ്ലെയിമിൽ തിളച്ച് തൈര് കേടായി പോവും. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റായി. അപ്പം അധികം ചൂടോട് ഇപ്പം ഓഫ് ചെയ്യാണ്ട് നമ്മൾ തൈര് ഒഴിക്കരുത്. അപ്പം നമുക്ക് അധികം കട്ടി തൈരൊന്നുമല്ല, നോർമലായിട്ടുള്ള തൈരാണ്. ഒരു 3/4 കപ്പ് തൈരാണ് നമ്മൾ മിക്സ് ചെയ്യുന്നതിൻ്റെ അകത്ത്. ചൂടോടുകൂടി തന്നെ തൈരിൻ്റെ അകത്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ പിന്നെ തൈര് പിരിഞ്ഞു പോവും. അപ്പം അതിന് വേണ്ടി കുറച്ച് നേരം 2-3 മിനിറ്റ് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടാണ് തൈര് ചേർക്കുന്നത്. അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മുളക് താളിപ്പ് കൂടി ചേർക്കണം. അപ്പം നമുക്കിത് താളിക്കാൻ വേറൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തു വേറൊരു പാത്രം വെക്കുവാണ്.
ഇനി കുറച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് കടുകിടാം. കടുകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. ഒരു 3 പച്ചമുളകും ഇട്ടു. താളിച്ചിട്ടു. ഇനി നമുക്ക് ഇത് ബീറ്റ്റൂട്ട് പച്ചടിയിലേക്ക് മിക്സ് ചെയ്യാം. നമ്മൾ താളിപ്പ് കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുവാണ്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാലൊന്ന് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്.